യൂട്യൂബിൽ ഒരു കാലത്ത് ട്രെൻഡിങ് ആയിക്കൊണ്ടിരുന്ന ഒരു സൺസ്ക്രീൻ ആയിരുന്നു അക്കോളജിക്കയുടെ ഗ്ലോ പ്ലസ് ഡൂയി സൺസ്ക്രീൻ. ഇതിൽ പപ്പായ എക്സ്ട്രാക്റ്റും വൈറ്റമിൻ സി എക്സ്ട്രാക്റ്റാണ് ഉള്ളത്. നമ്മൾ സ്കിന്നിൽ ബ്രൈറ്റനിങ് എഫക്റ്റും അതേപോലെ തന്നെ ഹൈഡ്രേറ്റിംഗ് എഫക്റ്റാണ് തരുന്നത്. ഇതിൽ SPF 50+ ഉണ്ട്, അതേപോലെ PA++, UVA, UVB എന്ന് പറഞ്ഞാൽ ഈ 3 ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ സൺസ്ക്രീൻ എപ്പോഴും ചൂസ് ചെയ്യുന്ന സമയത്ത് SPF 50+ ആണോ എന്നും ചെക്ക് ചെയ്യണം. അതേപോലെ PA++ഉം UVA, UVB എന്ന് പറഞ്ഞാൽ ഈ 3 ഫാക്ടേഴ്സ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം. ഇത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സണ്ണിൽ നിന്നുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ സൺസ്ക്രീൻ ഞാൻ ഓൺലൈനിൽ നിന്നാണ് വാങ്ങിയത്. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു സെയിൽ ഉണ്ടായ സമയത്ത് എനിക്ക് 300 ബിലോ ആയിട്ടാണ് കിട്ടിയത്. ഇവരുടെ സൈറ്റിൽ തന്നെ വാങ്ങാം. ഇവരുടെ സൈറ്റിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ഇതിനേക്കാളും പ്രൈസ് കുറവിൽ നമുക്ക് കിട്ടും. പിന്നെ ഞാനിതിൻ്റെ സ്വന്തം എൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് മുടക്കി ഞാൻ വാങ്ങിയത്, അല്ലാണ്ട് ഇത് പെയ്ഡ് പ്രൊമോഷന് കാര്യങ്ങളൊന്നും അല്ല. പിന്നെ ഇനി പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ പറയുകയാണെങ്കിൽ ഇതൊരു 50 ഗ്രാം പ്രൊഡക്റ്റാണ് വരുന്നത്. ഇതിൻ്റെ പാക്കേജിങ്ങും കാര്യങ്ങളും നല്ല ക്യൂട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിൻ്റെ യെല്ലോ കളർ ഔട്ടിൽ മറ്റേ യെല്ലോ കളറിനെ കൊണ്ടുള്ളതും നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. പിന്നെ ഇതിന് വേറൊരു ബോട്ടിലുണ്ട്, അത് ഞാൻ വാങ്ങിയിട്ടില്ല. ഇത് വാങ്ങിയപ്പോൾ തന്നെ എനിക്ക് ഏകദേശം മതിയായി. കാരണം ഞാൻ പറയാം, ഇതിന് അത്യാവശ്യം നല്ലൊരു ഹൈപ്പ് ഉണ്ടായിരുന്നു. അത് കണ്ടിട്ട് തന്നെയാണ് ഞാനത് വാങ്ങിയത്. പിന്നെ ഇതിന് മുന്നേ ഞാൻ 2-3 സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഇഷ്ടമായില്ല. മാമഅർത്തിൻ്റെ അരോമ മാജിക് അങ്ങനെ 2-3 സാധനങ്ങളായിട്ടുണ്ടായിരുന്നു. എനിക്ക് തീരെ ഇഷ്ടമായിട്ടില്ല. അതിനുശേഷം ഞാൻ വാങ്ങിയതായിരുന്നു ഇത് വാങ്ങിയപ്പോൾ എനിക്ക് തീരെ ഇഷ്ടമായില്ല. കാരണം ഇത് നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് സ്കിന്ന് ഭയങ്കര ഡള്ളായിട്ടാണ് തോന്നുന്നത്. പിന്നെ എനിക്ക് ഭയങ്കര ഞാൻ 2 ആഴ്ച മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. അത് രാവിലെ മാത്രം യൂസ് ചെയ്യും, റീഅപ്ലൈ ചെയ്യില്ല. അതിനുള്ള സമയം കിട്ടാറില്ല, പിന്നെ എനിക്ക് ഓർമ്മയുണ്ടാവില്ല. അപ്പോൾ പക്ഷേ ഇത് ഉപയോഗിക്കുന്ന സമയത്തല്ല എൻ്റെ മുഖം ഭയങ്കര ഒരു കറുപ്പടിക്കുന്ന പോലെ, ഒരു ഡള്ളായിട്ട് ഒരു ബ്ലാക്ക് അടിക്കുന്ന പോലെയായിരുന്നു തോന്നിയത്. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു, എനിക്ക് പൊതുവേ മുഖത്തിടുമ്പോൾ എന്തും ഇങ്ങനെ ഒരു വേർത്ത് സ്വെറ്റായിട്ട് ഇങ്ങനെ പുറത്തേക്ക് വരും. എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല കൂടുതൽ പ്രൊഡക്ട്സും കാര്യങ്ങളും മുഖത്തിടുന്നത്. പക്ഷേ സൺസ്ക്രീൻ എന്തായാലും ഇടണമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ വാങ്ങിയതായിരുന്നു. അപ്പോൾ ഞാനിതിൻ്റെ ഇത് എൻ്റെ മാത്രം പ്രോബ്ലം ആണോ, അതിന് ഞാൻ വാങ്ങിയപ്പോൾ ഈ ബാച്ചിൻ്റെ പ്രശ്നമാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ കുറേ യൂട്യൂബ് വീഡിയോസ് സെർച്ച് ചെയ്തപ്പം അതിൽ കുറേ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് മുഖത്ത് ഒരു ഡൾ ആവുന്നുണ്ടെന്ന രീതിയിൽ. അപ്പം ഞാൻ കുറേ നോക്കിയ സമയത്ത് കുറേ ആൾക്കാർക്ക് ഇതേ അഭിപ്രായം തന്നെയാണുള്ളത്. പക്ഷേ കുറേ ആൾക്കാർ ഇതിന് ഭയങ്കരമായിട്ട് ഹൈപ്പും കൊടുക്കുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അവർക്കത് പേഴ്സണലി വർക്കായതായിരിക്കാം അല്ലായിരിക്കാം, അതെനിക്കറിയില്ല. ഇത് എനിക്ക് പേഴ്സണലി വർക്കായില്ല, എനിക്ക് തീരെ ഇഷ്ടമായിട്ടില്ല. പിന്നെ ഞാൻ സ്വന്തമായിട്ട് നമ്മളതിനെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് ഇതാക്കുന്ന സമയത്ത് നമുക്ക് പൈസേൻ്റെ വില അറിയാമല്ലോ. അപ്പോൾ നമ്മളിത് അങ്ങനെ വെറുതെ കളയാൻ പാടില്ലല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ എൻ്റെ കയ്യിലും കാലിലും അപ്ലൈ ചെയ്ത് ഇത് മൊത്തമായിട്ട് തീർക്കുക ചെയ്ത് തുടച്ച് പഠിച്ചെടുത്ത്. ഇതിൽ ഒറ്റ തരി പ്രോഡക്റ്റ് ഇല്ല. ഇതിൻ്റെ കോല കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഏകദേശം ഇതിൻ്റെ എഴുത്തും കാര്യങ്ങളെല്ലാം മാഞ്ഞുപോയി. കുറച്ച് നാളെ ഞാനിത് വാങ്ങി റിവ്യൂ ചെയ്യാമെന്നുള്ള രീതിയിൽ ഞാനിത് മാറ്റി വെച്ചതായിരുന്നു. അതുകൊണ്ട് ഞാനിത് കളഞ്ഞിട്ടില്ല. എന്തോ എനിക്കിപ്പോൾ യൂസായി. പിന്നെ ഇതിൽ ഇൻഗ്രീഡിയൻസ് പറയുകയാണെങ്കിൽ നമ്മൾ അക്വ, ടൈറ്റാനിയം ഡയോക്സൈഡ്, അതേപോലെ തന്നെ സോഡിയം പോളിഅക്രിലേറ്റ്, ഗ്ലിസറിൻ, സിങ്ക് ഓക്സൈഡ്, അങ്ങനത്തെ കുറേ കാപ്രിലിക് ആസിഡ്, അങ്ങനത്തെ കുറേ ഇൻഗ്രീഡിയൻസ് ഉണ്ട്. പിന്നെ ഇതിൽ ഒരു മെലാനിൻ എന്ന് പറഞ്ഞൊരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ഗൂഗിളിൽ നോക്കിയ സമയത്ത് മെലാനിനാണ് നമ്മൾ സ്കിന്നിൽ ഡള്ളാക്കാനുള്ള ഒരു ഫാക്ടർ എന്ന രീതിയിലാണ് ഞാൻ കണ്ടത്. പിന്നെ ഞാനത് കണ്ടിന്യൂ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ കാലിലും കയ്യിൽ അപ്ലൈ ചെയ്തിട്ട് ഞാൻ തീർക്കുകയോ ചെയ്തത്. പിന്നെ കുറേ ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. കുറേ ഇൻസ്റ്റാഗ്രാം വീഡിയോസിൻ്റെ അടിയിൽ, യൂട്യൂബ് വീഡിയോസിൻ്റെ അടിയിലെല്ലാം കുറേ ആൾക്കാർ വന്ന് പറയുന്നുണ്ടായിരുന്നു മെലാനിൻ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ തന്നെ ഒരു ബ്ലാക്ക് കളർ ആവുന്നത്. ഞാൻ ഗൂഗിൾ നോക്കിയ സമയത്ത് ഇങ്ങനെ രീതിയിൽ കണ്ടപ്പം ചില ആൾക്കാരിൽ മെലാനിൻ ഡള്ളാക്കുന്നുണ്ടെന്ന് കണ്ടപ്പം ഞാനത് യൂസ് ചെയ്യാൻ നിന്നില്ല. എനിക്ക് പേഴ്സണലി ഈ പ്രോഡക്റ്റ് തീരെ ഇഷ്ടമായില്ല. ഞാനിത് റീപർച്ചേസ് ചെയ്തിട്ടില്ല. ഞാൻ പർച്ചേസ് ചെയ്യുകയും ചെയ്യില്ല. കുട്ടി റിവ്യൂസും കാര്യങ്ങളൊക്കെയാണ് എൻ്റെ ചാനലുള്ളത്. എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. തൊട്ടപ്പുറത്ത് കാണുന്ന ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതൊന്ന് അമർത്തണം. എന്നാൽ ഞാൻ റെഗുലറായിട്ട് വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ വരുന്നതുവരേക്കും ബൈ.